നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അവരെ ഒന്ന് കാണാനും അവരോട് സംസാരിക്കാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരെ അതിൽ നിന്നും തടയാൻ പറ്റിയേനെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മനുഷ്യൻ പൊതുവെ പോരാടുവാൻ ആർജവം കാണിക്കുന്നവരാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യുന്നുണ്ടാവുക? ഇന്ന് സൂസൈഡ് പ്രിവെൻഷൻ ഡേ അഥവാ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ഇതിനും നല്ല വിഷയം സംസാരിക്കുവാൻ വേറെ എന്തുണ്ട്? ലെറ്റ്സ് ഹാവ് റിയൽ ടോക്ക് അബൌട്ട് സൂസൈഡ് പ്രിവെൻഷൻ ഡേ. 2003 ലോകാരോഗ്യ സംഘടന ആദ്യമായി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓരോ 40 സെക്കൻഡിലും ലോകത്തൊരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. അതിൽ കൂടുതലും യുവാക്കളാണ് എന്നതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും പലതരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. അത്തരത്തിൽ ചില മാനസികാവസ്ഥയിൽ പെട്ടുപോകുമ്പോൾ അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അതിന് അവരുടേതായ പല കാരണങ്ങൾ അവർക്ക് ഉണ്ടായേക്കാമെന്ന് മാത്രം. ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ മറ്റൊരു മാർഗവുമില്ലെന്ന തോന്നൽ പൊതുവെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഫേസ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ വിഷാദ രോഗമുള്ളവരിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായിരിക്കുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു ഡെഡ് എൻഡ്, അതായത് ഇനി അങ്ങോട്ട് ഒന്നും ഇല്ല എന്നൊരവസ്ഥയിൽ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടാകൂ, അതാണ് ആത്മഹത്യ. ഇനി എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. 2021-22 കാലഘട്ടം എൻ്റെ ബുക്കൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഞാനൊരാളെ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ ബുക്ക് വായിച്ച് അങ്ങനെ വന്ന പരിചയമാണ്. ഞങ്ങൾ നന്നായി അടുത്തു. പുസ്തകങ്ങളുടെ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നത്. കോളൊക്കെ ചെയ്യുമ്പോഴും മറ്റു വിഷയങ്ങൾ തന്നെ ഉണ്ടാവാറില്ല. എന്നാൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാറുമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. പിന്നെ അയാളെ ഒട്ടും കാണാതെയായി. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മെസ്സേജ് സീൻ ചെയ്യുന്നില്ല. വിളിക്കുമ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പിന്നെ അത് വിട്ടു. നമ്മളുടെ കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായി മാറുമല്ലോ. അങ്ങനെ നാളുകൾ ഒരുപാട് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടിനോട് അവിചാരിതമായി സംസാരിക്കുന്നതിനിടയിലാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. എൻ്റെ ആ ഫ്രണ്ട് ആത്മഹത്യ ചെയ്തു എന്ന്. സത്യം പറഞ്ഞാൽ അതെനിക്ക് വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളതൊട്ടും ചിന്തിക്കുന്നില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ മാത്രം അവർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനൊരു ചിന്ത വരണമെങ്കിൽ എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ വ്യക്തി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അതെനിക്ക് മുൻകൂട്ടി അറിയുമായിരുന്നുവെങ്കിൽ, ഞാൻ ആളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാളുടെ ആ തീരുമാനം തന്നെ മാറുമായിരുന്നു, അല്ലേ? ആ സംഭവത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ടായിരുന്നു. അയാൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അയാളുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കുന്ന പോലെ എനിക്കെന്ന് തോന്നിയിരുന്നു. ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയയിൽ അയാളുടെ അക്കൗണ്ട് ഉണ്ട്, നമ്പറുണ്ട്. ഞാനത് ഇതുവരെ കളഞ്ഞിട്ടില്ല. എനിക്ക് ആ വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. ആത്മഹത്യക്ക് എന്താണ് പരിഹാരം എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിനൊരുപാട് മാർഗങ്ങളുണ്ട്, അല്ലേ? ഓൺലൈനിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കും. ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആത്മഹത്യാ പ്രവണതകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ പരസ്പരം സംസാരിക്കുക. ഈ പ്രാവശ്യത്തെ സൂസൈഡ് പ്രിവെൻഷൻ ഡേയുടെ സ്ലോഗൻ തന്നെ ഇതാണ്: സ്റ്റാർട്ട് ദി കോൺവെർസേഷൻ. നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോടെല്ലാം സംസാരിക്കുക. അവരുടെ
കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക, അറിയുക. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ ഇത് ഒരു പരിധി വരെ ആത്മഹത്യ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സ് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചാലും അവസാനം നമ്മുടെ ജീവിതം തന്നെ ശൂന്യമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.